തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ സജീവമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ജോസ് കെ മാണിയുടെ പേരാണ്. അതായത് കേരള കോൺഗ്രസ് എം LDFിൽ നിന്ന് UDFിലേക്ക് വരും. അങ്ങനെ വരികയാണെങ്കിൽ പാലാ മണ്ഡലവും നിർണായകമായ ചർച്ചാ വിഷയമായി മാറും. അപ്പോൾ LDFിൽ നിന്ന് UDFിലേക്ക് ജോസ് കെ മാണി വരുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പരന്നപ്പോൾ തന്നെ അവിടെ നിലവിലുള്ള MLA, അതായത് പാലായുടെ MLA മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ പറഞ്ഞു, ആര് വന്നാലും ശരി പാലാ മണ്ഡലം ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ UDFിലേക്ക് വന്ന് ജോസ് കെ മാണിക്ക് അവിടെ മത്സരിച്ച് ജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. എന്നാൽ കേരള കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നു, ജോസ് കെ മാണിക്ക് അവിടെ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഈ മാണി സി കാപ്പനാരാം. അപ്പോൾ ഒരു ഏറ്റുമുട്ടലിലേക്ക്, ഒരു തർക്കത്തിലേക്ക് പോകുന്നു. അതുമാത്രമല്ല, ജോസ് കെ മാണിക്ക് താല്പര്യമുണ്ടെങ്കിൽ കടുത്തുരുത്തിയിൽ പോയി മത്സരിക്കാം, തൊട്ടടുത്ത മണ്ഡലമാണ്. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് മാണി സി കാപ്പൻ വളരെ ശക്തമായ നിലപാടെടുക്കുന്നത്. LDF വന്നാലും UDFിലായാലും ഞാൻ ഈ പാലാ മണ്ഡലം വിട്ടുകൊടുക്കില്ല, അതെൻ്റെ മണ്ഡലമാണ്. അപ്പോൾ കടുത്തുരുത്തി മണ്ഡലം ലക്ഷ്യം വെച്ചപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുണ്ട് മോൻസ് ജോസഫ് രംഗത്ത് വന്നേച്ച് പറഞ്ഞു, UDFിലേക്ക് ഏതെങ്കിലും ഒരു കക്ഷിയോ പാർട്ടിയോ ഒക്കെ വരികയാണെങ്കിൽ അവരാദ്യം താല്പര്യം പ്രകടിപ്പിക്കട്ടെ, അതിനുശേഷം അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ഏത് മുന്നണിയിലായാലും സീറ്റ് തീരുമാനിക്കുന്നത് അതിന് ശേഷമാണെന്നൊക്കെ തന്നെ ഈ മോൻസ് ജോസഫ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചർച്ച അവിടെ നിൽക്കുന്നു. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ NCPയിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് NCPയിൽ ദേശീയ തലത്തിലുണ്ടായ പിളർപ്പ് ഇപ്പോൾ കേരളത്തിലെ MLAമാരെയും ബാധിക്കാൻ പോകുന്നു. അതായത് AK ശശീന്ദ്രൻ MLA നിലവിലെ വനം മന്ത്രിയാണ്. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ തോമസ് കെ തോമസ്, ഈ രണ്ട് MLAമാരും നിലവിൽ ഔദ്യോഗിക NCPയുടെ ഭാഗമല്ല. അതായത് 2023 ജൂലൈയിൽ NCP ശരത് പവാർ വിഭാഗമെന്നും അതുപോലെ തന്നെ അജിത് പവാർ വിഭാഗമെന്നും രണ്ടായിട്ട് പിളരുകയാണ്. ഇതിൽ തന്നെ ശരത് പവാർ വിഭാഗത്തോട് അടുത്ത് നിൽക്കുകയാണ് ഈ പറയുന്ന ശശീന്ദ്രനും അതുപോലെ തന്നെ തോമസ് കെ തോമസും. പക്ഷേ ഇപ്പോൾ പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന NCPയുടെ ദേശീയ നേതാവുണ്ട്, ആ വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ഇരുവരും MLA സ്ഥാനം രാജിവെക്കണം. ഇവർ NCPയുടെ ബാനറിലാണ് മത്സരിച്ചത്, NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിലാണ് മത്സരിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊപ്പം വേണമെന്ന് പറയുന്നു. പക്ഷേ ഇവർ ശരത് പവാറിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ തോമസ് കെ തോമസും അതുപോലെ തന്നെ ഈ AK ശശീന്ദ്രനും രാജിവെക്കുകയാണെങ്കിൽ NCPക്ക് പ്രതിനിധിയില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അവരെ അയോഗ്യരാക്കാൻ നടപടിയെടുക്കുമെന്നാണ് പ്രഫുൽ പട്ടേൽ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. അപ്പോൾ NCP രണ്ടായിട്ട് പിളരാനുള്ള സാധ്യത വീണ്ടും വരുന്നു. കാരണം NCPയുടെ മന്ത്രിയായിട്ട് AK ശശീന്ദ്രൻ നിലകൊള്ളുന്നു. ഒരു ടേം കഴിഞ്ഞാൽ തോമസ് കെ തോമസിന് മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്, അതിനായിട്ട് കരുക്കൾ നീക്കി. പക്ഷേ പിണറായി വിജയനുമായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന AK ശശീന്ദ്രൻ അതിനെ വെട്ടിയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ തോമസ് കെ തോമസ് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഒരുപക്ഷെ പാർട്ടി മാറാം. അങ്ങനെ മാറുകയാണെങ്കിൽ ഇവിടെ മാണി സി കാപ്പൻ്റെ KDC എന്ന് പറയുന്ന പാർട്ടിയുണ്ട്, കേരള ഡെമോക്രാറ്റിക് കോൺഗ്രസ്, അവരുമായിട്ട് ഒന്നുചേരാം. അങ്ങനെ ഒന്ന് ചേർന്നാൽ മാണി സി കാപ്പൻ കേരളത്തിലൊരു മന്ത്രിയായി വരും. ഇതൊക്കെ തന്നെ രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലുകളാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് വെച്ചാൽ സാധ്യതകളുടെ കലയാണ്. അതിനെ ആര് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നോ അവർക്കായിരിക്കും വിജയം നേടാൻ കഴിയുന്നത്. ഇവിടെ LDFിൽ നിൽക്കുന്ന മുന്നണിയിലെ ഒരു കക്ഷി UDFുമായി ചേർന്ന് അല്ലെങ്കിൽ UDFിൽ നിൽക്കുന്ന കക്ഷിയുമായി ചേർന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മാണിയെ എന്തിനാണ് CPM തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചത്? അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ കോട്ടയം, ഇടുക്കി മേഖലകളിൽ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ CPMുമായി ചർച്ച നടത്തി സീറ്റ് വിഭജനമൊക്കെ നടത്തിയപ്പോൾ വലിയ തർക്കമുണ്ടായി. പക്ഷേ കേരള കോൺഗ്രസ് LDFിൽ വന്നതിൻ്റെ നേട്ടം കഴിഞ്ഞ തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ മലയോര മേഖലകളിൽ, കിഴക്കൻ മേഖലകളിലൊക്കെ തന്നെ LDFിനുണ്ടായി അല്ലെങ്കിൽ CPMനുണ്ടായി എന്ന് പറയാം. ഇപ്പോഴും അതുപോലെ ചില ചർച്ചകൾ നടക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്, ജോസ് കെ മാണി എന്ന് പറയുന്ന MP അദ്ദേഹം പറയുകയാണ്, ഞാൻ LDFിൽ പോയതിൽ ഞാൻ സംതൃപ്തനാണ്, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പദവിയും അംഗീകാരവും കിട്ടി. ഇതിനിടയിലാണ് UDFിൻ്റെ കൺവീനറായ അടൂർ പ്രകാശ് പറയുന്നത്, കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്നത് UDFിൻ്റെ ഭാഗമായിരുന്നു, അവർ UDFിലേക്ക് തിരിച്ചു വരണം, എങ്കിലേ UDF ശക്തിപ്പെടുകയുള്ളൂ.
കാരണം നിലവിൽ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നതെങ്കിലും മുസ്ലിം ലീഗും അതുപോലെ തന്നെ കെ എം മാണി ഉണ്ടായിരുന്ന സമയത്ത് കേരള കോൺഗ്രസുമാണ് അതിൻ്റെ സ്റ്റിയറിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത്. അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. ഒന്ന് മലബാർ മേഖലയിലാണെങ്കിൽ ഒന്ന് ഈ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ. അപ്പോൾ ഈ സ്വാധീനത്തെ യു ഡി എഫ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അങ്ങനെയാണെങ്കിൽ പാലാ സീറ്റ് കൊടുക്കാമെന്നുമൊക്കെയാണ് അടൂർ പ്രകാശ് കരുതിയിരുന്നത്. എന്നാൽ ഈ മാണി സി കാപ്പൻ വന്നിട്ട് പറയുന്നു, ഞാൻ ഈ പാലാ മണ്ഡലം വിട്ടുകൊടുക്കില്ല, ഇതെൻ്റെ മണ്ഡലമാണെന്ന് പറഞ്ഞതോടെ യു ഡി എഫിലെ നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായി. അപ്പോഴാണ് ജോസ് കെ മാണി പറയുന്നത്, ഞാൻ അങ്ങനെ മുന്നണി മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഞാനിവിടെ സംതൃപ്തനാണെന്ന് പറയുന്നു. ആ സംതൃപ്തനായ ജോസ് കെ മാണിക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടെന്ന് സ്റ്റീഫൻ ജോർജ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും പറയുന്നുണ്ട്. അപ്പം യു ഡി എഫിന് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അടർത്തിയെടുക്കാൻ കഴിയുമെന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ പാലായിൽ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ്. എത്രയോ കാലമായിട്ട് കെ എം മാണി എന്ന് പറയുന്ന അധികായൻ കൊണ്ടു നടന്ന മണ്ഡലമാണ് മാണി സി കാപ്പൻ അട്ടിമറി വിജയത്തിലൂടെ നേടിയെടുത്തത്. അത്തരത്തിലുള്ള ഒരു ജയൻ കില്ലറായിട്ടൊക്കെ മാറി എന്നുള്ള ഒരു പരിവേഷം സൃഷ്ടിച്ച മാണി സി കാപ്പൻ ഒരു പക്ഷേ ഈ പിളർന്നു വരുന്ന എൻ സി പിയിലെ തോമസ് കെ തോമസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുമായി കൂടിച്ചേരാം. അങ്ങനെ കൂടിച്ചേർന്നാൽ ഞങ്ങൾക്ക് 2 MLA ഉണ്ടാകും, അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF ഭരണത്തിൽ വന്നാൽ അത് പറഞ്ഞ് ഒരു മന്ത്രിസ്ഥാനം നേടിയെടുക്കാം. അതല്ല ഇപ്പോൾ തന്നെ ഒരു മുന്നണി മാറ്റത്തിലൂടെ നേട്ടങ്ങൾ LDFന് കൊയ്തു കൊടുത്താൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന് മാണി സി കാപ്പൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്ക് എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ മുന്നണി മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവിക്കാം. ആ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കോട്ടയം ഇടുക്കി മേഖലകളെ സംബന്ധിച്ചിടത്തോളം നിർണായക സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. പക്ഷേ CPMലെ പ്രവർത്തകരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷത്തിലാണ് കഴിഞ്ഞ 5 വർഷക്കാലവും അവിടെ പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുന്നണി സംവിധാനമാണെങ്കിലും ഇതിനുള്ളിൽ ചില പിളർപ്പുകൾ ഉണ്ടാകുമെന്നും ആ പിളർപ്പിനെ മുതലെടുത്തുകൊണ്ട് UDFനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുമാണ് അടൂർ പ്രകാശ് ചിന്തിച്ചത്. ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം ഒപ്പം വരണമെന്ന് മുസ്ലിം ലീഗും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യം പുറത്തു പറയാത്തത് അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ ജോസ് കെ മാണി അവർ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലം അടുക്കുന്നതോടുകൂടി ഈ രാഷ്ട്രീയ ചർച്ചകൾ, ഈ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ആലോചനകൾ ഇതൊക്കെ തന്നെ സജീവമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും മാണി സി കാപ്പൻ ഒരു മന്ത്രിപദം പ്രതീക്ഷിക്കുന്നു എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന ചർച്ച. ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.